കഴിഞ്ഞ വീക്കെൻഡിൽ ജിസേലിന് അത്യാവശ്യം നല്ല പുകഴ്ത്തലുകൾ വീട്ടിൽ നിന്ന് കിട്ടിയിട്ടുണ്ടാകണം. അതുകൊണ്ടാണ് എല്ലാവർക്കും ജിസേലിനോട് ഒരു പ്രത്യേക താല്പര്യമുള്ളത്. ജിസേൽ ചെയ്യുന്ന തെറ്റുകൾ ആരും കണ്ടില്ല എന്ന് പോലും നടിക്കുന്നതായി തോന്നിയിട്ടുണ്ട്. ഇന്നത്തെ ജയിൽ നോമിനേഷനിൽ ജിസേലിന്റെ പേര് പറഞ്ഞത് പലരും തങ്ങൾ നിഷ്പക്ഷരാണെന്ന് കാണിക്കാൻ വേണ്ടി മാത്രമായിരുന്നു. ഇവൻ നെവിൻ പോലും ജിസേലിന്റെ പേരായിരുന്നല്ലോ പറഞ്ഞത്. നെവിന് ജിസേൽ എന്ന് പറയുന്നാൽ ജീവനാണ്. അത്രത്തോളം അവരൊക്കെ തമ്മിൽ അടുപ്പമുണ്ട്. എന്നെ ഏറ്റവും അധികം ആശ്ചര്യപ്പെടുത്തത് ഷാനവാസിന്റെ ഇന്നത്തെ ചില നിലപാടുകളാണ്. മുമ്പൊരിക്കൽ ജിസേൽ ഷാനവാസിനോട് ഒരു ക്രഷൊക്കെ ഉള്ളതുപോലെ പറഞ്ഞിരുന്നുവല്ലോ. അതിന് ശേഷമാണോ എന്നറിയില്ല, അതല്ലെങ്കിൽ കൃത്യമായിട്ട് ജിസേല് കോഫിയൊക്കെ ഇട്ട് കൊണ്ട് കൊടുക്കുന്നതുകൊണ്ടാണോ എന്നും അറിയില്ല. ഇന്ന് രാവിലത്തെ കോഫി ഇഷ്യൂലൊക്കെ വളരെ സോഫ്റ്റ് ആയിട്ടാണ് ഷാനവാസ് ജിസേലിനോട് പെരുമാറിയത്. അതായത് ജിസേൽ ഓരോ കണ്ടസ്റ്റന്റിനെയും എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യുന്നത് നോക്കുക. ഞാൻ മുമ്പ് ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു, ജിസേലിന്റെ ഗെയിം എന്ന് പറയുന്നത് മെയിൽ കണ്ടസ്റ്റൻസ് തനിക്കെതിരെ വരാത്ത വിധത്തിൽ അവരുമായിട്ട് വളരെ ഫ്രണ്ട്ലി ആയിട്ട് നിൽക്കുക എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ അതിന് മോശം അർത്ഥമൊന്നുമില്ല. ഇപ്പോൾ ജിസേലിന് നന്നായിട്ടറിയാം എന്താണ് മെയിൽ കണ്ടസ്റ്റൻസിന് വേണ്ടതെന്ന്. അവർ കോഫി കുടിക്കുന്നവരുണ്ടാവും, കൃത്യമായിട്ട് കട്ടൻ കുടിക്കുന്നവരുണ്ടാവും, അല്ലെങ്കിൽ ചായ കുടിക്കുന്നവരുണ്ടാവും. ഇതൊക്കെ കൃത്യമായി അവർക്ക് എത്തിച്ചു കൊടുക്കുന്ന അവിടുത്തെ പ്രധാനപ്പെട്ട ആള് ജിസേലാണ്. ജിസേൽ കിച്ചൺ ടീമിൽ ഉണ്ടാവണമെന്നൊന്നുമില്ല. ജിസേൽ ഈ ജോലി ഭംഗിയായി തന്നെ ചെയ്യും. ആരുടെ കണ്ണ് വെട്ടിച്ചാണെങ്കിലും കോഫി പൗഡർ എവിടെ ഒളിപ്പിച്ചു വെച്ചിട്ടായാലും. ഞാൻ ഈ സീസണിന്റെ തുടക്കത്തിൽ തന്നെ പറഞ്ഞിരുന്നു, എനിക്ക് വളരെ പ്രിയപ്പെട്ടതായി തോന്നിയൊരു മത്സരാർത്ഥിയാണ് ഷാനവാസ്. പക്ഷേ ഷാനവാസിന്റെ ഇപ്പോഴത്തെ ഗെയിം മുകളിൽ നിന്ന് താഴോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന പോലെയാണ് എനിക്ക് തോന്നുന്നത്. ആകെ ഷാനവാസ് ശബ്ദമിടുന്നത് അനീഷിനെതിരെ മാത്രമായിട്ട് ഒതുങ്ങിയിരിക്കുന്നു. ബാക്കിയുള്ളവർക്കെതിരെ ഗെയിം കളിക്കുന്നില്ല എന്ന് മാത്രമല്ല, അഭിലാഷ് അതുപോലെ സാബു ഗ്രൂപ്പിന്റെ ഭാഗമായിട്ടും പലപ്പോഴും ഷാനവാസ് മാറുന്നത് പോലെ തോന്നുന്നുണ്ട്. നേരത്തെ അക്ബറിനെതിരെ ശക്തമായിട്ട് ഗെയിം കളിച്ചിരുന്ന ഷാനവാസ് ഇപ്പോൾ അക്ബറിനെതിരെയും മിണ്ടുന്നില്ല. ഇന്നലെ ബിഗ് ബോസിൽ ഇത്രയും വലിയ പ്രശ്നങ്ങളൊക്കെ നടന്നിട്ടും ഷാനവാസ് വെറുതെ അവിടെ നോക്കുകുത്തിയ പോലെ നിൽക്കുന്നത് ആശ്ചര്യപ്പെടുത്തി. അത് ഒട്ടും യോജിച്ച ഒരു പ്രവൃത്തിയായി തോന്നിയില്ല. ഒരു സീസണിലെ ഒരു സ്ട്രോങ് പ്ലെയർ ആണെന്നുണ്ടെങ്കിൽ അവിടെ നടക്കുന്ന വിഷയങ്ങളിലെല്ലാം തന്നെ അവരുടേതായിട്ടുള്ള അഭിപ്രായം പറയാനും ഇടപെടാനും ഒക്കെയുള്ള ധൈര്യം കാണിക്കണം. അത് പോസിറ്റീവ് ആയാലും നെഗറ്റീവ് ആയാലും. ഈ സീസണിന്റെ തുടക്കത്തിൽ ഏറെ പ്രതീക്ഷ നൽകിയ ഒരു കണ്ടസ്റ്റന്റിന്റെ ഗ്രാഫ് താഴേക്ക് പോകുന്നത് കാണുമ്പോൾ കുറച്ച് വിഷമമുണ്ട്. നമുക്ക് നോക്കാം ഷാനവാസ് ഈ ഒരു ഗെയിമിൽ നിന്ന് തിരിച്ചു വരുമോ, അതോ ജിസേലിന്റെ കൂടി ട്രാപ്പിൽ വീണു പോകുമോ എന്ന്. കൂടുതൽ അപ്ഡേറ്റ്സുമായി വീണ്ടും വരാം.